ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആൽബമത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ ചിന്തയ്ക്കായി സംഗീതത്തിൻ്റെ 56:4-11 വായിക്കാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? വാക്യം 11. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദാവീദ് തൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ എഴുതിയ സങ്കീർത്തനമാണിത്. ഏത് പ്രശ്നങ്ങൾ ദാവീദിന് ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരിടമാണ് ദൈവസന്നിധി. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എല്ലാറ്റിനും എപ്പോഴും ദാവീദിന് ഒരു കാര്യം മാത്രം ചെയ്തു: ദൈവത്തിൽ ആശ്രയിക്കാം. അത് കരടിയായാലും സിംഹമായാലും ഗോലിയാത്തായാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ച ഗോലിയാത്തിൻ്റെ വാക്കുകൾ തനിക്ക് സഹിച്ചില്ല. അവൻ ദുഷിച്ച അതേ നാമത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് മലിനായ ഗോലിയാത്തിനെ നേരിടുകയാണ്. അവൻ ലജ്ജിക്കേണ്ടി വന്നില്ല. എന്തൊരു ഉറപ്പ്, എന്തൊരു ധൈര്യം! സംഗീതത്തിന് 25:1. ദൈവമേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ച് പോകരുതേ. ആശ്രയിക്കുന്നവനെ ലജ്ജിപ്പിക്കാത്ത കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ വായനാഭാഗത്ത് നാം വായിച്ചത്: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? പിന്നെയും പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. പിന്നെ നാം ആരെ ഭയപ്പെടണം? കർത്താവ് നമ്മോട് കൂടി ഉണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. അവനിൽ ആശ്രയിക്കാം. അവൻ നമ്മെ നടത്തും. വചനത്തിൽ 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട എന്ന്. മാനുഷിക നിലയിൽ നമുക്ക് എല്ലാവർക്കും ഭയമുണ്ടാകും. ജഡത്തിൻ്റെ ചിന്തയാണ് ഭയം. എന്നാൽ ആത്മാവിൽ ധൈര്യപ്പെടുക. അവൻ നടത്തും. അനേക വചനങ്ങൾ നമുക്കുണ്ട്. വായിച്ചും ധ്യാനിച്ചും അവനിൽ വളരുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ക്രിസ്തുയേശുവിൽ നമ്മെ കാക്കുമെന്നാണ് വാഗ്ദത്തം. ദൈവം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സങ്കീർത്തനം 27:1. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പ് എത്ര വലിയതാണ്! ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണെങ്കിൽ ഞാൻ എന്തിന് മനുഷ്യനെ പേടിക്കണം? യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും? സഹോദരിമാരെ, നാമും ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചുമതലകൾ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും മുമ്പോട്ട് പോകാം. യഹോവ എൻ്റെ പക്ഷത്ത് ഉണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന സംഗീതം 118:6 വായിക്കുന്നു. തുടർന്ന് വായിച്ചാൽ ദാവീദ് എത്ര ഉറപ്പോടെയാണ് തൻ്റെ ശത്രുക്കളെ നേരിട്ടത്. 10-13 വരെയുള്ള വാക്യങ്ങളിൽ സകല ജാതികൾ എന്നെ ചുറ്റി വളഞ്ഞു. അവർ വളഞ്ഞു തേനീച്ച പോലെ ചുറ്റി വളഞ്ഞു. എങ്കിലും ഞാൻ യഹോവയുടെ നാമത്തിൽ അവരെ ഛേദിച്ച് കളയുമെന്ന് ദാവീദ് പറയുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഓടുക. അവനിൽ വിശ്വസിച്ച് ആശ്രയിക്കുക. അവൻ നമ്മെ നടത്തും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണിത്! ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം വച്ചിരിക്കുന്നത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. കഷ്ടകാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിപ്പിൻ. അവൻ തക്ക സമയത്ത് ഉത്തരമരുളും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിൽ ബലപ്പെട്ടുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തിയോടെ മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ഇടയാകട്ടെ. അവൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ കീഴിൽ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട്
ജീവിക്കുവാൻ ദൈവം നമ്മെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിത്യതയുണ്ട്. ആ നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ വെച്ച് തന്നെ തീരുമാനിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മരിക്കുന്നതിന് മുമ്പേ നമ്മൾ നിത്യത എവിടെ ചെലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ചെറിയ വിശ്വാസം അത് വലിയ വിശ്വാസമായിട്ട് മാറും. ആരെ വിശ്വസിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവൻ അവസാനം വരെ പരിപാലിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.